പറിക്കില്ല. പറിക്കാൻ ഇതിൻ്റെ അകത്ത് പൂ തന്നെ ഇല്ലല്ലോ. അല്ല പച്ചാലേ തരികണ്ടി. വെട്ടി ഇറങ്ങിയിടാ. ഒരു സൗണ്ട് കേട്ട പോലെ. നിന്നോട് ആരുടെ കട്ട കുടിക്കാൻ പറഞ്ഞ ഇവിടുന്ന് വല്ലവരുടെ പറമ്പിന്ന്? പിന്നെ മേടിക്കാൻ എന്റെ കാശ് വേണ്ടി. കാശില്ലാണ്ടാണ് നീ കാണിക്കുക വല്ലവരുടെ പറമ്പിൽ കയറി ഓരോന്ന് കാണിച്ചു കൊടുക്കണേ. ഇപ്പൊ ആർക്കും ദോഷമില്ലാത്ത രീതിയിലേക്ക് ചെയ്യാൻ ഓർത്തിട്ടാ. അതെ, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താടാ? അല്ല, ആ തോക്ക് അവിടെ വെച്ചിട്ട് വരുവാണെങ്കിൽ എനിക്ക് മനസ്സമാധാനമായിട്ട് ഇത് എപ്പോഴും എന്റെ കയ്യിലുണ്ടാവും. അയ്യോ, എന്നാ എവിടെയെങ്കിലും ചാരി വെച്ചാൽ മതി. നിങ്ങൾ കളയണ്ട. എന്താടാ എനിക്ക് പറയാനുള്ളേ? അല്ല പറയാ, വേറെ ഒന്നുമല്ല. ഈ പട്ടാളത്തിലൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടത്തെ കുറെ അനുഭവങ്ങളുണ്ടാവും. അത് ഞാൻ ഈ കഥയൊക്കെ എഴുതുന്നോണ്ട് നമുക്ക് അത്തരം കുറച്ച് അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പട്ടാളക്കഥ എഴുതാൻ പറ്റും. എടാ, ഞാൻ പട്ടാളത്തിൽ കയറിയപ്പോ നീ ഒന്നും ജനിച്ചിട്ടില്ല. അല്ല അല്ല, ഞാനും കുറച്ച് ഓൾഡ് കഥ എഴുതാന്ന് ഓർത്തിട്ടായിരുന്നു. 1942 കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. 1942 ലവ് സ്റ്റോറി അല്ല, ലവ് സ്റ്റോറി അല്ല, വാർ സ്റ്റോറി ഉണ്ട്. ഓഹോ, ഞാൻ ഒറ്റയ്ക്ക് 10 പാകിസ്ഥാനി ഭടന്മാരെ വെടിവെച്ചിട്ടു. ഇതൊക്കെ ഇല്ല, അന്ന് ഇത് ഇപ്പോഴത്തെ അല്ലേ, ഇത് പണ്ടത്തെ തോക്ക്. അന്ന് AK-22, 23 വരെ ആയിട്ടുള്ളൂ. ഇപ്പോഴല്ലേ AK-47 ഒക്കെ എത്തിയത്. അന്ന് 22, 23 ആ റേഞ്ചിൽ പോണ ഇതായിരുന്നു. അങ്ങനെയാണ്. ഞാനാണത് കണ്ടുപിടിച്ചത്. കാര്യം ഒറ്റയ്ക്ക് 23 പാകിസ്ഥാൻ ആൾക്കാരെ നമ്മൾ തട്ടി ഒറ്റയ്ക്ക്. അതാണ് എനിക്ക് അന്ന് ഫസ്റ്റ് ഇന്ത്യയുടെ വക ഒരു മെഡൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ. മെഡല് ഞാൻ ഒന്ന് കാണിച്ചു തന്നില്ല. ഇല്ല, ഓർക്കുന്നില്ലല്ലോ. എന്നെ അല്ലായിരിക്കും കാണിച്ചത്. അതെ, അറിയില്ല, നമുക്ക് ഞാൻ നോക്കട്ടെ. അല്ല, നമുക്ക് സാറിന്റെ ഒരു സ്റ്റോറി ആണെങ്കിലും നമുക്ക് മതി. എനിക്ക് കേട്ടിട്ട് ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറി പോലെ തോന്നുന്നുണ്ട്. ഒരു 10-60 സ്റ്റോറി ഉണ്ട് ഇതേപോലത്തെ. അല്ല, നമുക്കൊരു കഥ എഴുതാനാണ്. ആ കഥ എഴുതാൻ അത് ടൈമും കാര്യങ്ങളൊക്കെ നോക്കണേ. നമ്മളൊരു കഥ പറയുകയാണെങ്കിൽ അത് കറക്റ്റ് റിയലിസ്റ്റിക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള ഇത്. അല്ല, അത് കുഴപ്പമില്ല, അത് ഞാൻ എഴുതിക്കോളാം. സിമ്പിൾ ആയിട്ട് പറയും. ഒറ്റയ്ക്ക് ഞാൻ 10-15 പാകിസ്ഥാനികൾ ഒറ്റയടിക്ക് വെടിവെച്ചോണ്ടുന്നു. ഇത്രയും പോരാ. അത് താൻ അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചളിച്ച് എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കണോ. അല്ല, ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് മസാല കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. മസാല പറഞ്ഞപ്പോ ഞാനന്ന് സാമ്പാതീരം ഉണ്ട്. സാമ്പാതീരം എന്ന് പറഞ്ഞാൽ കാശ്മീരിലെ വലിയൊരു വെള്ളച്ചാട്ടമാണ്. ഞാൻ ഈ സാമ്പാറിന്റെ കാര്യം പറയും. അല്ലല്ല, അത് പെട്ടെന്ന് ഡിന്നർ സമയം ആയതുകൊണ്ട് എനിക്ക് അതിന്റെ ഓർമ്മ വന്നത്. ചില പാകിസ്ഥാനികളുണ്ടല്ലോ, അതിലും മലയാളീസ് ഉണ്ട്. അതെ, ബാക്കി കഥ നമുക്ക് ഊണ് കഴിഞ്ഞിട്ടൊക്കെ പറയാനല്ല. അല്ലല്ല, നിക്ക്, ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. സമയമില്ല, പൂക്കളിടണം. വാ. ഇത്തവണത്തെ ഓണാഘോഷം അതിഗംഭീരമായിട്ട് നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടി. എന്തു തോന്നുന്നു നിങ്ങൾക്ക്? സാറ് വന്നോണ്ടാണ് ഇതെല്ലാം നടന്നത്. പണ്ട് പാകിസ്ഥാൻ ഇന്ത്യ ബോർഡറിൽ ഞാൻ ചോറായിട്ട് പോകുമ്പോൾ, അല്ല ചോറെന്ന് ചോദിച്ചാൽ കള്ളന്മാര്, പാകിസ്ഥാൻ കള്ളന്മാരെയും കൊണ്ട് പോണ സമയത്ത് ഇതേപോലെ എൻ്റെ നേരെ അവർ ജീപ്പും കൊണ്ടുവന്നു. ഞാൻ എതിരെ നിന്നു. ഇങ്ങേര് പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞാൻ നിർത്തി പറഞ്ഞതോ ഒരു തവണ. അപ്പം അങ്ങേര് ഓടിക്കളഞ്ഞു. ഞാൻ മണ്ടനൊന്നുമല്ല കേട്ടാ. ഞാൻ നിങ്ങളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കല്ലേ.
ഇപ്പോഴത്തെ കാലത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജവാന്മാരെല്ലാം എന്തോരം ബുദ്ധിമുട്ടുണ്ട്. അവരവിടെ നോക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ സമാധാനമായിട്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഓരോ വീരങ്കിയും വെടിയുണ്ടൊക്കെ നെഞ്ചിൽ വന്ന് തടഞ്ഞു നിർത്തിയ ടീമാണ്, അറിയോ? എടി നീ ഇങ്ങനെ ചുമ്മാ എന്നെ വിളിച്ചോണ്ടിരിക്കാതെ ഞാൻ ഇറങ്ങി വന്നോണ്ടിരിക്കുക. നീ ഇങ്ങനെ എന്നെ വിളിച്ചോണ്ടിരുന്ന എനിക്ക് വരാൻ പറ്റുമോ? വിളിക്കുന്നേരം വിളിക്കുന്നു, ഇവിടെ വിളിക്കുന്നു, ഇവിടെ വിളിക്കുന്നു, മാനിച്ചോണ്ട് മാനസമാധാനം ഇല്ല. ഞാൻ വരുവാ. വണ്ടി ഒന്ന് നിർത്തിയാലും ഞാൻ ചുമ്മാ ഇതിനെയൊക്കെ എന്തിനും പണ്ടാരും ദേഷ്യം വരുവാ. നീ ഒരു കാര്യം ചെയ്യാ, പെണ്ണുമ്പിള്ള ഡിവോഴ്സ്. ഞാൻ ആലോചിക്കുന്നുണ്ട്. ശല്യം എന്ന് വെച്ചാൽ അമ്മ ഒരു ശല്യം അതിനെ കൊണ്ട്. ആ പെണ്ണുമ്പിള്ള കാരണം ഒരു ശല്യം ഉണ്ട്. ഇപ്പൊ അവള് വാ അടച്ചോണ്ടിരുന്നതായിരുന്നു ശോഭന. ഇപ്പൊ വാ തുറന്നു തുടങ്ങി. എന്നാ പറയാനേ, നീ പറ എന്നാ ഇവിടെ നിൽക്കുന്നേ? ആ ഇവിടെ നിൽക്കുന്നതെന്തോ അറിയത്തില്ലയോ? നീ ഒരു പാഴ്സലിൽ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടായിരുന്നല്ലോ. ഞാനാരെ പറഞ്ഞു വിട്ടു? നിങ്ങളുടെ അമ്മാവൻ. എന്റെ മോനോ? എവിടെ? ഇല്ലയോ? അങ്ങേര് വന്നൊരു സമാധാനമല്ലേ? എനിക്ക് വയ്യ, എനിക്ക് നോക്കാൻ വയ്യ. അയാള് തോക്ക് കൊണ്ടൊക്കെ വന്നേ. കാർഗിലിൽ നിന്ന് ഡയറക്റ്റ് ഇവിടെ വന്നിറങ്ങിയത്. അമ്മാവൻ വരാൻ വഴിയൊന്നുമില്ല. എന്തി അമ്മാവൻ? അമ്മാവൻ വരാൻ വഴിയില്ലെന്നോ? അങ്ങനെയാണെങ്കിൽ ഏതോ വലിയ ട്രക്കല്ല വന്നിറക്കിയത്. അപ്പൊ ഞാൻ പാട്ടും കേട്ടായിരുന്നു, സന്ദേശേ എന്നുള്ള പാട്ട്. അമ്മാവൻ വരുവാണെ എന്നെ വിളിച്ചേനല്ലോ. അമ്മാവൻ വന്നിട്ടില്ല. അതാ എനിക്കറിയാം. അങ്ങോട്ട് വലിയ വന്നത് ഡയറക്റ്റ്. എന്ത് വിളിച്ചേ നീ ഒന്ന്? വാ പണ്ടാര ഇങ്ങനെ. എടാ നീ വിളിച്ചോണ്ട് വാ കേട്ടോ. ഹലോ അമ്മാവാ, അമ്മാവോ ഇവിടെ പോയി കേട്ടല്ലോ അമ്മാവാ, അമ്മാവോ. എടി ഞാൻ പറഞ്ഞില്ലേ ഞാൻ വരാം, നീ ഇവിടെ നിക്കേ. അമ്മാവൻ വന്നിട്ടുണ്ട്. ഞാൻ അമ്മാവനെ കണ്ടിട്ട് വരാം. ഈ ഹാളിത് എവിടെ പോയി? ഒന്നും മോളെ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഞാൻ ഇല്ല, ഞാൻ വരാം, നീ അവിടെ നിക്കേ. നീ ഇച്ചിരി ജാതിക്കാൻ മേടിച്ച പെൺപിള്ളേർ അണ്ണാക്കി കുത്തി കൊടുക്കും. എന്നെ പറയാനാ? നീ അമ്മാവൻ എന്തി? ആരെ കാണുന്നില്ല. കാണുന്നില്ല. ഞാനിപ്പോ എന്താ പറയുക? നീ ഒരു കാര്യം ചെയ്യ്, അമ്മാവനെ തപ്പി എനിക്ക് പോകാൻ സമയമായി. ഇവള് സമ്മതിക്കുന്നില്ല. നീ എപ്പോ വരും? എനിക്കറിയത്തില്ല, ഞാൻ പോയിട്ട് വരാം. നീ എന്തെങ്കിലും അടിക്കാൻ സാധനം സെറ്റ് ചെയ്യണേ വീട്ടത്തേക്ക്. നീ അല്ലേ പറഞ്ഞാൽ അങ്ങനെ ഇവിടെ സാധനം കയറ്റത്തില്ലെന്ന്? അത് കുഴപ്പമില്ല, നമുക്ക് താഴെ ഇരുന്ന് അടിക്കാം. നീ സെറ്റ് ചെയ്യ്, ഞാൻ പോയിട്ട് വരാം. പണ്ടാറില്ലേ വിളിച്ചോണ്ടിരിക്കും ഇങ്ങനെ 350 പ്രാവശ്യം എന്നെ. ആഹാരമൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? അതിഗംഭീരം. സെലിബ്രേഷൻ നന്നായിട്ടുണ്ട്, പറയാണ്ടിരിക്കാൻ വയ്യ. നന്നായിട്ട്. എന്നാ നമുക്ക് തോക്കൊക്കെ എടുത്ത് താഴെ മുത്തന്റെ വീട്ടിൽ പോയി താമസിച്ചാലോ? ഇല്ല, എനിക്ക് മുത്തനെ കാണേണ്ട ഒരാവശ്യമേ ഇല്ല. അനന്തരവനല്ലേ? എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ആ പ്രദേശത്തേക്ക്. അതാ നമുക്ക് ഓണമായിട്ടേ പൂക്കളത്തിന് മുന്നേ വെച്ചൊരു സെൽഫി എടുത്താലോ? എടുക്കാം. ഞാൻ എന്റെ തോക്കെടുത്തോണ്ടട്ടെ. ആ പോയിട്ട് വാ. ഇയാളെന്താ തോക്കിനകത്താന്ന് പെറ്റ് കിടക്കുന്നത്? എപ്പോ കണ്ടില്ല തോക്ക് തോക്ക് തോക്ക്. ഇത്ര വൃത്തികെട്ട ഒരു സദ്യ കരിയറിൽ ഞാൻ കഴിച്ചിട്ടില്ല. എല്ലാരും ഉണ്ടല്ലോ. ഒരോണം കഴിഞ്ഞല്ലേ? എല്ലാരും ഉണ്ടല്ലോ. അത്തപ്പുകൾ അടിപൊളിയായിട്ടുണ്ട്. ഇതാരാ? പട്ടാഭിരാമൻ സിനിമയിലെ ജയറാമേട്ടനോ? പിന്നെ അല്ല, എങ്ങനെയുണ്ട്? പൊളിയല്ലേ? നന്നായിട്ടുണ്ട്. എടാ ഇത് നമ്മുടെ പാചകക്കാരൻ ദേവസ്യല്ലേ? കൊള്ളാം കേട്ടോ, ശരിക്കും പാവേലി ആണോ? ആ എല്ലാരും പറയുന്നുണ്ട്. സ്ഥിരമായിട്ടോ. അതെ അതെ. ശേഷം ചിലരൊക്കെ തടയും. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓണമൊക്കെ അടിപൊളിയായിരുന്നു. അയ്യോ ഞങ്ങളുടെ ഓണം പൊളിയായിരുന്നു. നിന്റെ അമ്മാവൻ വന്നോണ്ട്. ആണാ? പിന്നെ എന്നിട്ട് എന്തി അമ്മാവനെ കാണുന്നില്ല? പൊളിഞ്ഞ് എടുക്കാൻ പോയിരിക്കും. ഏക്കെ പൊട്ടിച്ചാണ് കൊണ്ടുവരാൻ വന്നേ. സെൽഫി എടുക്കാൻ പോയി. എന്നാ അമ്മാവനെ വിളിക്കേ, എനിക്കത് കാണാം. ഞാൻ പോയി അമ്മാവനെ വിളിച്ചോണ്ട് വരാം. പെട്ടെന്ന് അമ്മാവാ, 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 അമ്മാവാ. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യനാണല്ലോ. ഷെയർ എടുത്തവര് മാത്രം ഇവിടെ അടിച്ചാൽ മതി. അമ്മാവനെ ഇവിടെ ഒന്നും കാണാനില്ല. ആണോ? അമ്മാവന്റെ തോന്നുന്നു ഒരു കവർ ഇട്ടിട്ടുണ്ട്. മാറ്റായി പോയി. അച്ഛാ ജയ് ഹിന്ദ്. ദേ ഇതാ എന്റെ അച്ഛൻ കേട്ടോ. നിങ്ങളെന്തിനാ പേടിക്കുന്നേ? അച്ഛൻ മരിച്ചുപോയ അച്ഛൻ. മക്കളെ നിങ്ങൾ ഹാപ്പി അല്ലേ? ഹാപ്പി. അപ്പോ ഹാപ്പി ഓണം. ഹാപ്പി ഓണം.